CITU സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 20 മുതൽ 23 വരെ കോട്ടയത്ത് നടക്കും. സമ്മേളനത്തിന്റെ നടത്തിപ്പിനായി 1001 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. ലേബർ കോഡുകളിലൂടെ തൊഴിലാളികളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന കാലത്താണ് സമ്മേളനം നടക്കുന്നതെന്ന് CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായ CITUവിന്റെ സംസ്ഥാന സമ്മേളനത്തിനാണ് ഫെബ്രുവരിയിൽ കോട്ടയം വേദിയാവുക. സമ്മേളനത്തിന്റെ വിജയകരമായ നടത്തിപ്പിന്റെ ഭാഗമായിട്ടാണ് സ്വാഗത സംഘം രൂപീകരിച്ചത്. 8 മണിക്കൂർ ജോലി 12 മണിക്കൂറാക്കി മാറ്റാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണ്. ഇത് തൊഴിലാളിക്ക് ഗുണമാണോ എന്ന് ലേബർ കോഡിനെ അനുകൂലിക്കുന്നവർ പറയണമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത TP രാമകൃഷ്ണൻ. ലേബർ കോഡ് പാസ്സായി കഴിഞ്ഞാൽ ലേബർ കോഡ് പാസ്സായി കഴിഞ്ഞു, ഇത് നടപ്പിലായി കഴിഞ്ഞാൽ 8 മണിക്കൂർ ജോലി വ്യവസ്ഥ നിലനിൽക്കുമോ? 8 മണിക്കൂർ ജോലി വ്യവസ്ഥ 12 മണിക്കൂർ വരെ വർദ്ധിപ്പിക്കാനുള്ള നിലപാട് ലേബർ കോഡ് മുന്നോട്ട് വെക്കുന്നു. ഇത് തൊഴിലാളികൾക്ക് അനുകൂലമാണോ? ഈ തൊഴിലാളി വിരുദ്ധ നിലപാടിൽ നിന്ന് കേന്ദ്രത്തെ പിന്തിരിപ്പിക്കുന്നതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം. ചിലർ ചോദിക്കുന്നുണ്ട്, എന്താണ് ലേബർ കോഡിൻ്റെ ദൂഷ്യം? സംശയകരമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് TR രഘുനാഥനാണ് സ്വാഗത സംഘം ചെയർമാൻ. കോട്ടയം ജില്ലാ സെക്രട്ടറി K അനിൽകുമാർ ജനറൽ സെക്രട്ടറിയും ജില്ലാ പ്രസിഡന്റ് റജി സക്കറിയ ട്രഷററുമാണ്. കോട്ടയത്ത് ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ മുതിർന്ന നേതാക്കളായ വൈക്കം വിശ്വൻ, KJ തോമസ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനു സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.